ചോദ്യം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വെച്ചാൽ എൻ്റെ നോളജ് സൈഡ് അല്ല നമ്മളുടെ ഡിസ്കഷൻ. ഒരു ചോദ്യത്തിൽ എങ്ങനെയാണ് ഒരു മിസ്റ്റേക്ക് പ്ലേസ് ചെയ്യുന്നതെന്ന് നോക്കിക്കോണം. അതാണ് നമ്മൾ ഇന്ന് ട്രാക്ക് ചെയ്യാൻ പോകുന്നത്. അത് ഏറ്റവും കൂടുതൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു പേപ്പറാണ് എൻവയോൺമെൻറ്റ്. എനിക്ക് എവിടൊക്കെ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ തെറ്റിക്കാൻ പറ്റും. അപ്പോൾ ഞാനാണ് ക്വസ്റ്റ്യൻ ഇടുന്നതെങ്കിൽ എവിടൊക്കെയാണ് ഞാൻ ക്വസ്റ്റ്യൻ റോങ് ആക്കാൻ പോകുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ കീവേഡ്സ് എന്ന് പറയുക. നമ്മളൊരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമ്മളുടെ ശ്രദ്ധ എപ്പോഴും പോകേണ്ടത് ആ കീവേഡിലോട്ടാണ്, മറ്റെവിടെയല്ല. ആ കീവേഡിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യനും എടുത്ത് നോക്കാം. എവിടെയാണ് നിങ്ങൾക്ക് ആ ഡൗട്ട് വരുന്നതെന്ന് നോക്കാം. ഇപ്പം ഈ ക്വസ്റ്റ്യൻ ഇപ്പം ഫാഗോട്രോപ്സ് എന്ന് പറഞ്ഞ് നിങ്ങൾ പലരും എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടില്ലായിരിക്കാം, കേട്ടിട്ടില്ലായിരിക്കാം. അങ്ങനെ തന്നെയാണ് ഇത്, പലരും എന്ത് ചെയ്യാറില്ല, കേൾക്കാറില്ല. ഓക്കെ, ആർ ടൈനി ഓർഗാനിസംസ് that feed by ingesting organic matter or organism. അപ്പോൾ അവിടെ എവിടെയാണ് ഒരു മിസ്റ്റേക്ക് വരാൻ സാധ്യതയുള്ളത്? ചുമ്മാ അത് ശരിയെന്നോ തെറ്റൊന്നും അല്ല പറയുക. ഫഗോട്രോപ്സ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ഇറ്റ്സ് ഓക്കെ. ടൈനി ആണോ? അല്ല. ഇത് ഓർഗാനിക് ആണോ അല്ലയോ എന്നുള്ളതാണ്. ഓക്കെ, ദാറ്റ് ഫീഡ് ബൈ ഇൻജസ്റ്റിംഗ് ഓർഗാനിക് മാറ്റർ ഓർ ഓർഗാനിസം. അവിടെയാണ് എന്ത് വരാൻ സാധ്യതയുള്ളത്? ഒരു മിസ്റ്റേക്ക് വരാൻ സാധ്യത. അങ്ങനെയാണോ ചിന്തിച്ചത്? അറിയാത്തവർ, നിങ്ങൾ അറിയാതിരുന്നവർ അതിനെ ശരിയായിട്ട് എടുത്തോ തെറ്റായിട്ട് എടുത്തോ? എടുക്കുക എന്നുള്ളതേ ഉള്ളൂ തൽക്കാലം. ഓക്കെ, എന്നിട്ട് പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. കാരണം നമുക്കത് തെറ്റെന്ന് പറയാനുള്ള വാലിഡ് നോളജ് ഒന്നും ഇല്ല ശരിക്കും. ഓക്കെ, പിന്നെ ഇനോർഗാനിക് എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഓർഗാനിക് ആണ് ഇങ്ങനെയുള്ളതൊക്കെ പൊതുവെ എന്താണ്, ഓർഗാനിക് ആവാനല്ലേ സാധ്യത. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കി, നെമറ്റോഡ്സ് ആൻഡ് ആർത്രോപോഡ്സ് ആർ ഡിട്രീഷ്യസ് ഫീഡേഴ്സ്. മീൻസ് വാട്ട്? ഡെഡ് ആയിട്ടുള്ളതിനെ ഫീഡ് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ഹെൽപ്പ് ഡീകമ്പോസ് ഓർഗാനിക് മാറ്റർ ആൻഡ് ആർ കോൾഡ് ഡെട്രിവോസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നെമറ്റോഡ്സ് ആൻഡ് ആന്ത്രോപോഡ്സ് അല്ല കീവേഡ്. എന്താണ്? ആർ ഡെട്രീഷ്യസ് ഫീഡേഴ്സ് ആണോ എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. അത് ഡെട്രീഷ്യസ് ഫീഡേഴ്സ് ആണെങ്കിൽ ദിസ് ഓൾസോ വിൽ ബി റൈറ്റ്. കണ്ട, ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ നമുക്ക് അത് ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടെത്താനുള്ള വഴികൾ അതിലുണ്ടാവും. പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ്, നമ്മുടെ മുമ്പിലുണ്ട് ആൻസർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇതും ശരി ഇതും ശരി. ഓക്കെ, യുവർ ആൻസർ ഈസ് സി. സി മാർക്ക് ചെയ്തോ? സി അല്ലാതെ വേറെ എന്തെങ്കിലും മാർക്ക് ചെയ്തവരുണ്ടോ? എന്ത് പറ്റി? എന്തെങ്കിലും കൺഫ്യൂഷൻ വന്നു. അപ്പോൾ അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ആ പ്രശ്നം വന്നത്. ഫഗോട്രോപ്സിൽ ഫോക്കസ് ചെയ്ത് കാണും. എൻവയോൺമെൻറ്റ് ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുക. ഇത് നമ്മൾ 100% അങ്ങനെയാണെന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് അറിയാത്തൊരു ചോദ്യം എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ എൻ്റെ ഈ ഡിസ്കഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അറിയാത്തൊരു ചോദ്യം ചെയ്യാൻ എന്താണ് വഴി? അറിയാത്തൊരു ചോദ്യം ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ചെയ്യാൻ എന്തായാലും ബാധ്യസ്ഥരാണ്. UPSCയുടെ പ്രിലിംസ് ക്ലിയർ ചെയ്യണമെങ്കിൽ ഒരു നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. 50 ക്വസ്റ്റ്യൻ ചെയ്താൽ നമ്മൾ പ്രിലിംസ് ക്ലിയർ ആവില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഒരു 85 to 90 ക്വസ്റ്റ്യൻസ് ആണ് ഫേവറബിൾ ആയിട്ട് എല്ലാവരും പറയുന്നത്. ഞാനൊക്കെ ഒരു 95 ഒക്കെ അറ്റൻഡ് ചെയ്യാറുണ്ട്, 94, 95 ഒക്കെ അറ്റൻഡ് ചെയ്യാറുണ്ട്. കാരണം എനിക്കിതിപ്പോൾ ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല, ഞാൻ ഇതിങ്ങനെ ചിന്തിച്ച് എനിക്കിത് തെറ്റായാലും എനിക്ക് പ്രശ്നമില്ല. കാരണം മറ്റൊരിടത്ത് അത് ശരിയായിക്കോളും. രണ്ടെണ്ണം എന്തായാലും എപ്പോഴും അതിൻ്റെ ഒരു റേഷ്യോ എടുക്കുമ്പം ഒരു 2/3 ശരിയായിരിക്കും. അത് ഞാൻ പറഞ്ഞു, നിങ്ങളത് എണ്ണം എടുക്കുന്നുണ്ടോ? ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ കുറച്ച് സ്ട്രാറ്റജി ഉണ്ട്, എപ്പോഴും ഞാൻ പറയുന്നില്ലത്. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് തെറ്റുന്നതെന്നും ഫസ്റ്റ് റൗണ്ടിൽ ചെയ്തത് എത്രണ്ണം, സെക്കൻഡ് റൗണ്ടിൽ എത്രണ്ണം, അതെനിക്ക് പറഞ്ഞു തരണം. ഞാൻ 5 വരെ വിളിച്ചത് അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അത് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ബാക്കിയുള്ളവർ അത് പറയണം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ എൻവയോൺമെൻറ്റിലെ കോൺസെപ്റ്റാണിത്. അതായത് നിങ്ങൾ കൃത്യമായിട്ട് അറിയേണ്ട ചില കാര്യങ്ങളാണ്. എൻവയോൺമെൻറ്റിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ്. അപ്പോൾ നമ്മൾ പൊളിറ്റിയിൽ ഷെഡ്യൂൾസ് പഠിക്കുന്ന പോലെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്കോട്ടോൺ എന്താണെന്ന് അറിയുക, എക്കോളജിക്കൽ നീച്ച് എന്താണെന്ന് അറിയുക, ഹാബിറ്റാറ്റ്, ഹോം റേഞ്ച്, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. പോപ്പുലേഷൻ എന്താണ്, സ്പീഷ്യസ് എന്താണ്, കമ്മ്യൂണിറ്റി എന്താണ്, ഇതൊക്കെ ഒരു ബേസിക് എൻവയോൺമെൻറ്റിൻ്റെ ബേസിക്കാണ് സാധനം. അവിടെ അപ്രോച്ച് ഒന്നും അല്ല ഉപയോഗിക്കേണ്ടത്. എന്താണ്, എൻവയോൺമെൻറ്റ് പഠിക്കാൻ ഒരു ക്ലാസ്സിലിരിക്കുക, ഫസ്റ്റ് ക്ലാസ്സിലിരുന്നാൽ തന്നെ നിങ്ങളെ പഠിപ്പിക്കുന്ന കാര്യമായിരിക്കും ഈ സാധനങ്ങളൊക്കെ, അല്ലേ? അല്ലാതെ വലിയ കാര്യമൊന്നുമല്ല. സോ ഇത് കാണുമ്പോഴേ മനസ്സിലാക്കണം, ദ ഫിസിക്കൽ സ്പേസ് മാത്രമല്ല, അതിൻ്റെ എൻ്റയർ ഫങ്ഷണൽ റോള് പറയുന്നത് ഏതാ? എക്കോളജിക്കൽ നീഷ്. അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയേണ്ടതാണ്. അറിയില്ല എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം
ഇറ്റ്സ് നത്തിങ്. നിങ്ങൾ ആ എൻവയോൺമെൻറ്റ് കോൺസെപ്റ്റ് പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് അതിൻ്റെ വഴി, വേറെ കാര്യമൊന്നുമില്ല. ഡോണ്ട് വറി, അതിനകത്ത് വറീഡാവേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ നിൽക്കുന്നത് മെയ്യിലല്ല, നമ്മൾ നിൽക്കുന്നത് ഏപ്രിലല്ല, മാർച്ചിലല്ല, ഫെബ്രുവരിയിലും അല്ല, ജനുവരിയിലും അല്ല. വി ആർ ഇൻ ദ മന്ത് ഓഫ് നവംബർ. ഇപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റണം നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണ് വീക്ക്. അതിനാണ് ഈ ടെസ്റ്റ് സീരീസ് ഉപയോഗിക്കേണ്ടത്. അവിടെയാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ എൻവയോൺമെൻറ്റ് കോൺസെപ്റ്റ് തെറ്റുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു വർക്ക് ഓൺ ദാറ്റ്. ഓക്കെ, അല്ലാതെ വീണ്ടും നമ്മൾ പൊളിറ്റി പോയി പഠിച്ചുകൊണ്ടിരിക്കുകയല്ല. അങ്ങനെയാണ് ഇതിൽ വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മുടെ വീക്ക്നെസ് നമ്മൾ കണ്ടെത്തുക, വർക്ക് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അടുത്തത് ഇത് കണ്ടോ, ഇവിടെയൊക്കെയാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് അപ്രോച്ച് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യനാണ്. തെറ്റിക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തെറ്റിയിട്ടുണ്ടാവുമല്ലോ ആരെങ്കിലും? ആരുമില്ല. തെറ്റിയൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത് പഠിക്കാത്തതിൻ്റെ ഒരു പ്രശ്നമേ ഉള്ളൂ. ഓക്കെ, അടുത്തത് എക്കോട്ടോൺ ഈസ് ഓൾസോ നോൺ ആസ് സോൺ ഓഫ് ടെൻഷൻ. നിങ്ങൾക്ക് എക്കോട്ടോൺ എന്താണെന്ന് അറിയാമല്ലോ. എന്താണ്? രണ്ട് എക്കോസിസ്റ്റത്തിൻ്റെ നടുക്ക്, അതായത് മീറ്റ് ചെയ്യുന്ന സ്ഥലം, അതല്ല എക്കോട്ടോൺ. ഫോർ എക്സാമ്പിൾ മാൻഗ്രൂവ്സ്. മാൻഗ്രൂവ്സ് എന്ന് പറയുന്നത് എന്താണ്? അക്വാട്ടിക്, അതായത് നമ്മുടെ ഓഷ്യനും അതുപോലെ തന്നെ ടെറസ്ട്രിയൽ എക്കോസിസ്റ്റവും കൂടി മീറ്റ് ചെയ്യുന്നിടത്ത് എന്താ, ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു എക്കോസിസ്റ്റം രൂപപ്പെടും. അവിടെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്, അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അവിടെ എഡ്ജ് എഫക്റ്റ് ഉണ്ടാവും, എന്ന് വെച്ചാൽ രണ്ടിടത്തും കാണാത്ത തരത്തിലുള്ള സ്പീഷ്യസ് ഉണ്ടാവും. ഇതൊക്കെ ഒരു ബേസിക് ഐഡിയ ആണ്, UPSC ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ. അപ്പോൾ ഇറ്റ് ഇസ് എ സോൺ ഓഫ് ടെൻഷൻ. ഓക്കെ, ദാറ്റ്സ് ഓക്കെ. യൂഷ്വലി ഇവിടെ ചിലവർ തെറ്റിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടെങ്കിൽ പറയണേ. യൂഷ്വലി ദ നമ്പർ ആൻഡ് ദ പോപ്പുലേഷൻ ഡെൻസിറ്റി ഓഫ് ദ സ്പീഷ്യസ് ഓഫ് ആൻ ഔട്ട് ഗോയിങ് കമ്മ്യൂണിറ്റി. ഇതിലെ കീവേഡ് എന്താണ് ഈ ചോദ്യത്തിലെ, ഈ സ്റ്റേറ്റ്മെൻറ്റിലെ കീവേഡ് എന്താ? ഇതാണ്. ഇതല്ലാതെ വേറെ ഒന്നിലും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓവർ തിങ്ക് ചെയ്ത് വേറെ എന്തെങ്കിലും ആണെന്ന് വിചാരിച്ചോ? ആസ് വി മൂവ് എവേ ഫ്രം ദ കമ്മ്യൂണിറ്റി ഓർ എക്കോസിസ്റ്റം, അല്ല തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോഴാണ് അങ്ങനെയൊക്കെ ചിന്തിച്ചോ ആരെങ്കിലും? ഇല്ലല്ലോ. ഇൻക്രീസ് ചെയ്യുമായിരിക്കോ ഡിക്രീസ് ചെയ്യുമായിരിക്കോ? എക്കോട്ടോൺ എന്താണെന്നുള്ളൊരു ബേസിക് ക്ലാരിറ്റി നിങ്ങൾക്ക് അറിയാമെങ്കിലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. എക്കോട്ടോൺ എന്താണ്? ഇപ്പോൾ ഞാൻ പറഞ്ഞ ആ ട്രാൻസിഷൻ, ആ സോൺ. ഓക്കെ, സോൺ ഓഫ് ടെൻഷൻ എന്നൊക്കെ പറയില്ലേ, ആ മീറ്റിംഗ് പോയിന്റ് ഓഫ് ടു എക്കോസിസ്റ്റം. അപ്പോൾ അവിടെ എന്താണ്? ഇൻക്രീസ് ആയിരിക്കും. മറ്റ് രണ്ടിടത്തും കാണാത്ത തരത്തിലുള്ള സ്പീഷ്യസ് നമുക്ക് കാണാൻ പറ്റും. ഇതിന് സിമിലർ ആയിട്ട് മറ്റൊരു കോൺസെപ്റ്റ് ഉണ്ട്, ഏതാ? എക്കോക്ലൈൻ കേട്ടുണ്ടോ? ഒരു ഗ്രാജുവൽ, അത് ഇതിനകത്തുണ്ട്, ഗ്രാജുവലായിട്ട് ഡിക്രീസ് ചെയ്യും സ്പീഷ്യസിൻ്റെ അളവ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ അറിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പഠിച്ചോണം. ഓക്കെ, ഈ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് എക്കോക്ലൈൻ നിങ്ങൾക്കില്ലേ? ക്വസ്റ്റിനകത്തുണ്ടായിരുന്നല്ലോ, കണ്ടില്ലേ അതൊന്നും? ഓക്കെ, സി എ വെൽ ഡെവലപ്ഡ് എക്കോട്ടോൺ കണ്ടെയ്ൻസ് എ വെൽ ഡെവലപ്ഡ് എക്കോട്ടോൺ. ഓക്കെ, അഗെയിൻ എക്കോട്ടോൺ കോൺസെപ്റ്റ് ആണ് ചോദ്യം. കണ്ടെയ്ൻ സം ഓർഗാനിസംസ്. ഈ വേർഡൊക്കെ ഇനി ഇമ്പോർട്ടൻ്റ് ആട്ടോ, ഇനി ഈ ടെസ്റ്റ് തൊട്ട് ഞാൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് കാര്യം പറയും. കണ്ടെയ്ൻസ് സം ഓർഗാനിസംസ് വിച്ച് ആർ എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് adjoining communities. Is it right or not right? Right. Okay, അപ്പോൾ എക്കോട്ടോൺ എന്താണെന്നുള്ളതാണ് ആ സ്റ്റേറ്റ്മെൻറ്റ്, ആ ക്വസ്റ്റ്യൻ. അപ്പോൾ എക്കോട്ടോൺ എന്താണെന്ന് അറിയാത്തവർക്ക് പഠിക്കാനുള്ളൊരു വഴിയും കൂടാണ് എന്ത്, ആ ക്വസ്റ്റ്യൻ. അല്ല ശരി, അയ്യോ ഞാൻ തെറ്റെന്നല്ല ഇട്ടേക്കുന്നത്, സ്റ്റാർ മാർക്ക് ഇട്ടത് അതിൻ്റെ കീവേഡ്. ഓക്കെ, സോ ഓക്കെ, ഓക്കെ. ആസ് വി മൂവ് എവേ ഫ്രം എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഡിക്രീസ്. ഓക്കെ, അതായത് അവിടെ എന്താണ്, എക്കോട്ടോൺ റീജിയനിൽ ഇറ്റ്സ് എന്താണ്, ഇൻക്രീസ് ഏറ്റവും കൂടുതലുണ്ടാവും. അപ്പോൾ അവിടുന്ന് അകന്നു പോകും തോറും എന്താണ് ഡിക്രീസ്. ഓക്കെ, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഓക്കെ, അപ്പോൾ ആൻസർ എന്താ? only 2. ക്ലിയർ ആണോ? അത് കിട്ടിയോ എല്ലാവർക്കും? നിങ്ങളുടെ തെറ്റുകൾ കുറയുന്നതായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടോ ഇപ്പം? ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നോളജ് വേണ്ട ആവശ്യമില്ല. ഉണ്ടോ? നാലാമത്തെ, സ്പീസിയേഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ന്യൂ സ്പീഷ്യസ് ആർ ഫോംഡ്. ആ വേർഡിൽ തന്നെ ഉണ്ട് ഇല്ലേ? എൻവയോൺമെൻറ്റിലാണ് നമുക്ക് വേർഡ് അസോസിയേഷൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഏരിയ. ആ വേർഡിൽ തന്നെ ഇല്ലേ എന്താണ് സ്പീസിയേഷൻ എന്ന്? ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് വായിച്ച്. എവല്യൂഷൻ നമ്മൾ കൊച്ചു ക്ലാസ് തൊട്ട് പഠിക്കാറുള്ള അല്ലേ, ചാൾസ് ഡാർവിൻ്റെ ഒക്കെ കാര്യം പഠിക്കാറുള്ള ആ ഒരൊറ്റ ഐഡിയ പോരെ. എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈസ് ദ മെക്കാനിസം വായിച്ച് സ്പീസിയേഷൻ ഈസ് ബ്രോട്ട് അബൌട്ട്. എന്താണ് ആൻസർ? എ അല്ലാതെ വേറെ എന്തെങ്കിലും കൊടുത്ത ആൾക്കാരുണ്ടോ? ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. എന്ത് പറ്റി? അങ്ങനെ ഒരു ഡൗട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ അതിനെ എ ആയിട്ട് അങ്ങ് എടുക്കുക. ഒരു ബന്ധവും ഇല്ലെങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ബി എടുക്കാവുള്ളൂ. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം ഇഫ് യു അനലൈസ് ദ PYQ നിങ്ങൾക്ക് മനസ്സിലാവും എ ആണ് പൊതുവേ ആൻസർ വരാറുള്ളത്. അതും അല്ലെങ്കിൽ ഒരു ബന്ധവും കാണാൻ പാടില്ല. എന്തെങ്കിലും ഒരു കണക്ഷൻ നിങ്ങൾക്ക് അങ്ങനെ അങ്ങ് നമ്മൾ ഒരുപാട് കണക്ഷൻ അതിനകത്ത് കണക്ട് ചെയ്യാൻ നിൽക്കരുത്. അങ്ങനെയല്ല, വൈ എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു റീസൺ കണക്ഷൻ അവിടെ ഉണ്ടോ എന്ന് നോക്കണം, എന്തെങ്കിലും. ഓക്കെ,
ആക്ച്വലി അത് എന്തെങ്കിലും ഒരു കണക്ഷൻ എന്നുള്ളത് ചില സമയത്ത് എന്താവാറുണ്ട്, ക്വസ്റ്റ്യൻ ഇട്ട ആളുടെ മൈൻഡ് അനുസരിച്ച് അത് എന്ത് ചെയ്യാറുണ്ട്, മാറാറുണ്ട്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ PYQs അനലൈസ് ചെയ്യുമ്പം യു ക്യാൻ സി, അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ കറക്റ്റ് UPSCയുടെ കീ വെച്ച് നമ്മൾ അതിനെ അനലൈസ് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദ ടൈം എന്തെങ്കിലും ഒരു കണക്ഷൻ അവിടെ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ. ഇത് പിന്നെ നമുക്ക് എവല്യൂഷൻ എന്താണ്, ഇസ് എ മെക്കാനിസം ബൈ വിച്ച്, രണ്ടും ഇതിനെപ്പറ്റി തന്നെയല്ലേ പറയുന്നത്, സ്പീസിയേഷനെ പറ്റി തന്നെയാണ് താഴെയും പറയുന്നത്. ഓക്കെ, സോ യുവർ ആൻസർ ഈസ് എ. ഇത് നിങ്ങൾ എക്കോളജിക്കൽ സസഷൻ പഠിച്ചിട്ടുണ്ടോ? ഉണ്ട് ഇല്ലേ? അപ്പോൾ അതിനകത്ത് ഇനിയും ഞാൻ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എൻവയോൺമെൻറ്റിൽ ശ്രദ്ധിച്ചോണം. ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് അറിയില്ല എന്ന് കരുതുക, യു ഡോണ്ട് നോ, അറിയില്ല, നിങ്ങൾ പഠിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് കാര്യം കാണാം, ഒന്ന് സെറൽ കമ്മ്യൂണിറ്റിയും പയനിയർ കമ്മ്യൂണിറ്റി. ഇങ്ങനെ വരുന്ന കേസുകളിൽ നിങ്ങൾക്ക് അറിയില്ല എന്ന് കരുതിക്കും, ഈസ് ദർ എനി ചാൻസ് ടു മിസ്പ്ലേസ് ഇറ്റ്? അതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഇങ്ങനെ വരുന്ന കേസുകളിൽ എന്താണ് സാധ്യതയുള്ളത്, തെറ്റിക്കാൻ സാധ്യതയല്ല എന്താ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം, മാറ്റി ഷഫിൾ ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ ദ ഫസ്റ്റ് പ്ലാന്റ് ടു കൊളോണൈസ് ആൻ ഏരിയ ഈസ് കോൾഡ്, അറിയില്ല എന്ന് വെച്ചോ, നിങ്ങൾ ഇതൊന്നും എടുത്ത് അവിടെ ഇട്ട് നോക്കിക്കേ, പയനിയർ എന്ന് പറഞ്ഞാൽ മീൻസ് വാട്ട്, ഫസ്റ്റ്. ഇങ്ങനെയാണ് നമ്മൾ ഇത്തരം ചോദ്യങ്ങൾ ചെയ്യുക. ഓക്കെ, ഒന്ന് അല്ലാതെ നിങ്ങൾ വിചാരിക്കരുത് ഇത് വേറൊരെണ്ണമാണ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യരുത്, ചിന്തിക്കരുത്. ഇത് രണ്ടും ഇപ്പോൾ രണ്ട് കമ്മ്യൂണിറ്റിയെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം നമ്മുടെ തോട്ടിൽ പോകേണ്ട ഇത് എന്താണ് മിസ്പ്ലേസ്, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ, അറിയാമെങ്കിൽ ഓക്കെ, ഒന്നും നോക്കാനില്ല, മിസ്പ്ലേസ് ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് ചിന്തിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പം ഇത് തെറ്റാണെന്ന് ഉറപ്പായല്ലോ, അങ്ങനെ ചിന്തിച്ചോ? അതോ നിങ്ങൾ സെറൽ കമ്മ്യൂണിറ്റി എന്താണെന്ന് അറിയില്ല, അതുകൊണ്ട് എനിക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് അറിയില്ല എന്ന് വിചാരിച്ചോ? ഓക്കെ, ദെൻ അപ്പോൾ ഇതെന്താണ്, തെറ്റാണ്. സസഷൻ വുഡ് ഒക്കർ ഫാസ്റ്റർ ഇൻ ആൻ ഏരിയ, അത് നിങ്ങൾ എന്ത് ചെയ്യണം, കോൺസെപ്റ്റ് പഠിക്കണം. എന്താണ്, മിഡിൽ ഓഫ് ദ ലാർജ് കോണ്ടിനെൻസിലാണ് സസഷൻസ് ഉണ്ടാകുന്നത്, പെട്ടെന്ന് ഉണ്ടാവുന്നത്. സോ നിങ്ങൾക്ക് ആൻസർ കിട്ടും 3 ഉള്ളി, വലിയ പ്രശ്നമില്ലല്ലോ. ഓക്കെ, അപ്പം ഞാനിപ്പോൾ പറഞ്ഞ ഒരു കാര്യം നോക്കുവാണേ, വേണ്ടേ, ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നമുക്ക് നോളജ് വേണോ? ഹോമിയോ സ്റ്റാസിസ്, സംതിങ് സ്റ്റാറ്റിക് ദെയർ, റൈറ്റ്? ഇനി വായിച്ചേ, is a tendency for a biological system to adapt for changes ആണോ, റെസിസ്റ്റ് ചേഞ്ചസ് ആണോ? ചേഞ്ചസിനെ അഡോപ്റ്റ് ചെയ്യാനുള്ളതിനെയാണോ നമ്മൾ ഹോമിയോസ്റ്റേസിസ് എന്ന് പറയുക, ഓർ റെസിസ്റ്റ് ചെയ്യുന്നതിനെയാണോ? അത് പഠിച്ചായിരുന്നോ? ഇല്ല. പക്ഷെ കോൺസ്റ്റൻറ്റ്, സംതിങ് കോൺസ്റ്റൻറ്റ്, ആ വേർഡിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, എന്തെങ്കിലും മനസ്സിലായിരുന്നോ? എന്തെങ്കിലും കണക്ഷൻ കിട്ടിയായിരുന്നോ? ഹോമിയോ സ്റ്റാസിസ് അങ്ങനെയല്ലേ പറയാം, സംതിങ് ഈസ് എന്താണ്, കോൺസ്റ്റൻറ്റ് ദെയർ. അപ്പോൾ റെസിസ്റ്റിംഗ് ദ ചേഞ്ചസ്. ഓക്കെ, അപ്പോൾ വേറൊന്നുമല്ല, ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ റെഡിയാവും. നമ്മൾ അതിനകത്ത് എന്തായാലും ഈ സ്റ്റേറ്റ്മെൻറ്റിൽ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം തെറ്റിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, നൗ ഈ സ്റ്റേറ്റ്മെൻറ്റ് ക്രാക്ക് ചെയ്യാനൊരു വഴിയുണ്ട്, ആർക്കെങ്കിലും പറയാമോ? ഇത് പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നുണ്ട് ഇവിടെ. പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞിട്ട് സ്കേഴ്സിറ്റി ഓഫ് ഫുഡ്, ലിമിറ്റിംഗ് റിസോഴ്സ്, അത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആയിരിക്കുമോ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആയിരിക്കുമോ? നെഗറ്റീവ് ആയിരിക്കും. അറിയില്ലെങ്കിലുള്ള കാര്യമാണ് ഈ പറയുന്നത്. എൻ്റെ നോളജ് സൈഡിൽ നിങ്ങൾ എന്ത് ചെയ്തോണം, ഇതെന്താണ് നെഗറ്റീവ് ഫീഡ്ബാക്ക്, പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്നൊക്കെ പഠിച്ചോണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? രണ്ടും തെറ്റാണ്. എത്ര, ആറാമത്തെ ക്വസ്റ്റ്യൻ, ആൻസർ ഈസ് ഡി. ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നിങ്ങൾ ആ ഒരു ചോദ്യമായിട്ട് തന്നെ കാണണം. ഔട്ട് 1 to 100 ക്വസ്റ്റ്യനെ നിങ്ങൾ ഒറ്റ മൈൻഡ് സെറ്റിൽ ഇരുന്ന് എന്ത് ചെയ്യണം, ആലോചിക്കണം. ദാറ്റ് ഐ ലേൺ ഫ്രം ദ ലാസ്റ്റ് പ്രിലിംസ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് 100ാമത്തെ ക്വസ്റ്റ്യൻ വരെ ഫ്രഷ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മൾ ചിന്തിക്കാൻ പാടുള്ളൂ. കാരണം എന്താണെന്നറിയോ, ഇപ്പം നിങ്ങളുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എൻ്റെ 100ാമത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും. എന്തുകൊണ്ട്? സെറ്റ് ABCD ഇല്ലേ, പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ആ ഒരു ഫ്രഷ്നെസ് നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് അവസാനത്തെ ക്വസ്റ്റ്യൻ വരെ കീപ്പ് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കില്ല. പലരും എക്സാം ഹോളിൽ ഇരുന്ന് ഞാൻ കണ്ടിട്ട് ഒരുപാട് ഫ്രണ്ട്സ് പ്രിലിംസ് എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് പറയുന്നതാണ്. പലരും ഇതൊന്നും എന്ത് ചെയ്യില്ല, ശ്രദ്ധിക്കില്ല. അവർ നെഗറ്റീവ്, ഇവിടെ ഈ ഒരു കണക്ഷൻ കണ്ടോ, പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്നും പറയുന്നു, ലിമിറ്റിംഗ് എന്നും പറയുന്നു. നെഗറ്റീവ് ഫീഡ്ബാക്ക് ഈസ് ലിമിറ്റിംഗ് സംതിങ്, നോട്ട് പോസിറ്റീവ് ഫീഡ്ബാക്ക്. അപ്പോൾ ഈ ഒരൊറ്റ കണക്ഷൻ പോരെ അവിടെ അത് തെറ്റാണെന്ന് പറയാൻ? മനസ്സിലായോ? നൗ യു കം. ശ്രദ്ധിച്ച് വായിക്കണേ. ഞാൻ എങ്ങനെയാണ് നിങ്ങൾ വായിച്ച്, അറിയില്ല നമുക്ക്, യു ഡോണ്ട് നോ ദിസ്. എനർജി
ഫ്ലോസ് ത്രൂ ദ ട്രോപ്പിക് ലെവൽസ് ഫ്രം പ്രൊഡ്യൂസേഴ്സ് ടു സബ്സിക്വൻറ്റ് ട്രോപ്പിക് ലെവൽ. ട്രോപ്പിക് ലെവൽ എന്താണെന്ന് അറിയാമല്ലോ, കൊച്ചു ക്ലാസ്സിൽ പഠിച്ച സാധനമാണ്. ഗ്രാസിനെ ഗ്രാസ് ഹോപ്പർ കഴിക്കും, ഗ്രാസ് ഹോപ്പറിനെ ഫ്രോഗ്, ഫ്രോഗിനെ സ്നേക്ക്, സ്നേക്കിനെ ഈഗിൾ. കൊച്ചു ക്ലാസ്സിൽ 3ാം ക്ലാസ്സിൽ നമ്മൾ കാണുന്ന സാധനം അല്ലേ. ആ ഒരു ഐഡിയ വെച്ചിട്ട് ഇത് മൾട്ടി ഡയറക്ഷനിലാണോ, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്ന് വെച്ചാൽ മൾട്ടി ഡയറക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? മേപ്പോട്ട് വിട്ട് താപ്പോട്ട് വരുമോ? ഗ്രാസ് ഹോപ്പറിനെ ഗ്രാസ് തിന്നോ? ഇല്ലല്ലോ. ഫ്രോഗിനെ ഗ്രാസ് ഹോപ്പർ തിന്നോ? ഇല്ലല്ലോ. അപ്പോൾ ഈ എനർജി ഫ്ലോയുടെ കാര്യമാണ്. അപ്പോൾ എനർജി എപ്പോഴും എന്താണ്? യൂണി ഡയറക്ഷണലാണ്. അറിയില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ പഠിച്ചു വെക്കണം. എനർജി ഫ്ലോ, ഓക്കെ. അതായത് ഈ ഇൻ്ററാക്ഷൻസിൽ എനർജി ഫ്ലോ ഉണ്ടാവില്ലോ. അപ്പോൾ അത് എങ്ങനെയാണ്? എനർജി ഉണ്ട്, പിരമിഡ് ഓഫ് നമ്പേഴ്സ് ഉണ്ട്, ബയോമാസ് ഉണ്ട്. അപ്പോൾ അതിൽ എനർജി എപ്പോഴും എന്ത് ചെയ്യണം? നിങ്ങൾ എപ്പോഴും ആലോചിക്കണം, only one direction. അപ്പോൾ ഇത് തെറ്റാണ് എന്ന് അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും? എന്തായി? ആൻസറായി. വാട്ട് ഈസ് ദ സെക്കൻഡ് വൺ? എനർജി ലെവൽ ഡിക്രീസസ്. അത് ശരിയല്ലേ? ഗ്രാസിൻ്റെ എത്ര? only 10% അടുത്ത ലെവലിലേക്ക് എത്തുള്ളൂ. അതുകൊണ്ടാണ് ഒരു ട്രോപ്പിക് ലെവലിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഫുഡ് ചെയിനിൽ ഒരുപാട് എന്തില്ലാത്തത്? ട്രോപ്പിക് ലെവൽസ് ഇല്ല. മാക്സിമം പോയാൽ 4 അല്ലേ? മാക്സിമം പോയാൽ. കാരണം എന്താ? താഴെ ഉള്ളതിൻ്റെ 10% എനർജി എന്ത് ചെയ്യുള്ളൂ? അതിനൊരു റൂളിനൊരു പേര് പറയുമല്ലോ. എന്തായിരുന്നു? അങ്ങനെയല്ലേ, ഒരു റൂളുണ്ട് അതിന്. അതൊക്കെ ഒന്ന് ജസ്റ്റ് പഠിച്ചു വെച്ചേക്കുക. 10% എന്നാ. അത് പലപ്പോഴും തിരിച്ചു ചോദിക്കും. 90% പോകുമെന്നും സ്റ്റേറ്റ്മെൻറ്റിൽ അങ്ങനെയൊക്കെ വരും. 90% ലോസ് ആവും. ഡ്യൂ ടു എങ്ങനെയാണ് ലോസ് ആവുന്നത്? ഹീറ്റിൻ്റെ ഒക്കെ ഫോമിൽ. ഓക്കെ, ആ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നോ? എനിക്കൊന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഇതിനെപ്പറ്റി കുറച്ച് ധാരണയുള്ളവരാണെന്ന് തോന്നുന്നു. ആണോ? ഓക്കെ, ശരി. ഞാൻ പറയുന്നതൊന്നും വളരെ പുതുമയുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല. ഓക്കെ, നിങ്ങൾ പഠിച്ചോ അതോ ടെസ്റ്റിന് വേണ്ടി പഠിക്കുന്നുണ്ടോ? ഇല്ല, കുറച്ച് പഠിച്ചാൽ മതി. ഓക്കെ, എന്ന് വെച്ചാൽ ആക്ച്വലി നിങ്ങളുടെ മറ്റൊന്നും കോംപ്രമൈസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യരുത്? ടെസ്റ്റിന് വേണ്ടി പഠിക്കരുത്. ഇത് ജസ്റ്റ് ഒരു ടെസ്റ്റിന് വന്ന് എടുക്കുന്നു, തെറ്റുണ്ടെങ്കിൽ നമ്മൾ ശരിയാക്കുന്നു. കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ ഫുൾ പ്രിപ്പറേഷൻ എന്ത് ചെയ്യുക എന്നുള്ളതാണ്. അല്ല നമ്മൾ പലതും നമ്മുടെ മെയിൻസിൻ്റെ ഒക്കെ പല ഏരിയാസ് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങും? നമ്മൾ സ്കിപ്പ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇത് നിങ്ങളെപ്പോഴും അറിയേണ്ട ഒരു കാര്യമാണ്. നമ്മളെപ്പോഴും ചിന്തിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആണെന്ന് കരുതിയാൽ മതി. ഇങ്ങനെ ഞാനിത് പഠിച്ചു വെച്ചിരിക്കുന്നത്. അക്വാട്ടിക് എക്കോസിസ്റ്റംസിൽ എന്താണ്? നമ്മൾ വിചാരിക്കും ലാൻഡിലാണ് ഗ്രേസിങ് ഫുഡ് ചെയിൻ വരുന്നതെന്ന്. അല്ല, അക്വാട്ടിക് എക്കോസിസ്റ്റംസിൽ എന്താണ്? ഗ്രേസിങ് ഫുഡ് ചെയിൻ ആണ് അവിടുത്തെ മെയിൻ. ഓക്കെ, പിന്നെ ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തിൽ എന്താണ്? ഡെട്രീഷ്യസ്. അത് പഠിച്ചു വെക്കുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ബേസിക് അല്ലേ? ബേസിക് കാര്യങ്ങളാണ്, കോൺസെപ്റ്റ് ആണ്. നത്തിങ് ഈസ് ദർ.